യാത്രയിൽ ആണ് ഞങ്ങൾ ഒരു ജീപ്പ് ഹയർ ചെയ്തു. കുറച്ച് ഓഫ് റോഡ് ഉണ്ട്. ഓഫ് റോഡ് ചെയ്തിട്ട് വേണം നമുക്ക് പറയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇങ്ങോട്ട് ട്രക്കിംഗ് ഉണ്ടായിരിക്കും. നമ്മൾ കയറി തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പൊ തന്നെ നല്ല കാറ്റുണ്ട്. ഇതിന്റെ ഉള്ളിലെ ഫംഗസ് വിളിച്ച് നിലവിളിച്ച് തുടങ്ങിയിരിക്കുകയാണ് മൈ ഡിയർ ഫ്രണ്ട്. എടാ ഇതിപ്പോ വഴിയുണ്ട്, കുറച്ച് വഴിയില്ല. അവിടെ വണ്ടി പൊങ്ങി പോയ സ്ഥലമൊക്കെ അല്ലേ, കുറച്ചുകൂടെ ഓഫ് റോഡ് ജീപ്പുകാരനൊക്കെ പരിപാടി. ചില ഭാഗത്തൊക്കെ ഒരു കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില ഭാഗം കട്ട ഓഫ് റോഡ് തന്നെയാണ്. തുടങ്ങിയിട്ടേ ഉള്ളൂ. ദൂരെ നമുക്ക് കാറ്റാടി പാടങ്ങൾ കാണാൻ സാധിക്കും. കൈ 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 അതാണ് പ്രത്യേകത. ഇതൊക്കെ ഇപ്പൊ റൈഡൊക്കെ പോയി, ഇല്ലെങ്കിൽ അങ്ങനെ ഈ ഓഫ് റോഡിങ് പോകുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എന്ത് കഷ്ടപ്പാടാണ് ചെയ്യുന്നതെന്ന് കണ്ടോ? അതെ, സുഖമല്ലേ? കാസർഗോഡ് തമിഴ്നാടാ? എൻ്റെ അമ്മേ ഹിമാലയം വേറെ, ഇത് വേറെ. അതിന് റൈഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അയ്യോ തലയില്ല തലയില്ല. ഇവിടെ വ്യൂ പോയിന്റ് ഒക്കെ പണിഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. പണിഞ്ഞ് ടൂറിസം ഇതെല്ലാം ഇവിടെ ഒരു വ്യൂ പോയിന്റ് പണിഞ്ഞോണ്ടിരിക്കുന്നുണ്ട്, കണ്ടല്ലോ. ഉടനെ തന്നെ അവിടെ കാണുന്നത് തമിഴ്നാട് തേനി ഡിസ്ട്രിക്റ്റ് ആണ്. ഇവിടെ പാസ് എടുക്കാൻ ഒരു കൗണ്ടറുണ്ട്. 5 പേര്. അവരൊക്കെ എത്രയാണോ? അല്ല, ജീപ്പിന് 100. ഒരു ജീപ്പിന് ഒരു ജീപ്പിന് 100 രൂപയാണ് ഇവിടെ പാസ്. അത് നമ്മുടെ ഹരിക്കുടം എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ആമപ്പാറ ഒരു ഗുഹയുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ. മേഘങ്ങളൊക്കെ നല്ല സ്പീഡിൽ ഓടിപ്പോകുന്നത് കാണാൻ സാധിക്കും. മേഘങ്ങൾ നല്ല ഗംഭീരമായ സ്പീഡിലാണ് ഓടിപ്പോകുന്നത്. ജീപ്പ് മേടിച്ചു കൊടുക്കുന്നില്ല, വരുന്നവരെ ഇവിടെ ഒരു ഗംഭീരമായിട്ടുള്ള എല്ലാ സ്ഥലത്തും ഗുഹയ്ക്ക് ഏത്
എല്ലാ സ്ഥലത്തും ഗുഹയ്ക്ക് വെയിൽ ഫീൽ ചെയ്യുന്നില്ല. കളിക്കാമോ? എല്ലാ സ്ഥലത്തും ഗുഹയ്ക്ക് ഒരു ഐതിഹ്യങ്ങൾ കാണുമല്ലോ. അപ്പോൾ ഇവിടെയും ഐതിഹ്യമുണ്ട്. സീതയും രാമനെയും വെച്ച് ഒരു ഐതിഹ്യമുണ്ട്. ആ അതിലൂടെ ഐതിഹ്യങ്ങൾ പറയാൻ പറഞ്ഞു. നമ്മുടെ ഗൈഡാണ്. മുനീർ ഭായ് ഐതിഹ്യങ്ങൾ പറയൂ. അടിപൊളി. ഐതിഹ്യം അങ്ങനെയാണ്. ഇതാണ് നമ്മുടെ രാമകൃഷ്ണനെ സ്ഥിതി ചെയ്യുന്ന ആമപ്പാറ എന്ന് പറയുന്ന ഒരു ഗുഹയാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇതിന്റെ വയറിൽ കൂടെ കിടക്കത്തില്ല. എല്ലാ വയറും പോകും. ഇതിൽ നമുക്കിപ്പോ കുറച്ചിട്ട് വിടുകയുള്ളൂ. അതെ അതെ അതെ. വാ, വേറെ ചൊട്ടിച്ചിട്ട് പോരെ. അടിപൊളി കേട്ടോ. എങ്ങനെയാ പോകുന്നത്? സൈഡിൽ ചരിഞ്ഞു പോകണ. നിങ്ങളുടെ വീഡിയോ എടുത്തോ സുഹൃത്തുക്കളെ. വീഡിയോ എടുക്കണമല്ലോ. ഫോട്ടോ എടുക്കട്ടെ. ഷിമിനാണ്. ഷിമിന്റെ വയർ കൊടുക്കാനുള്ള ഞാൻ വന്നില്ല. അതൊക്കെ എടുക്കാൻ പറ്റും. നമ്മൾ ഈ ഗുഹയ്ക്ക് ഇടയ്ക്ക് കൂടെ ഞൊഴിഞ്ഞ് പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് ഇടയ്ക്കൽ ഗുഹയല്ല. ഇത് അമ്മയെ മുട്ടിടിച്ച് കേട്ടാ. മുട്ടിടിക്കാൻ സൂക്ഷിക്കണേ. എന്റെ മുട്ടിടിച്ചാൽ തേടിയാണ്. ഇവിടെ വയറ് തട്ടുവാണെങ്കിൽ ഇങ്ങനെ മേലോട്ട് കൈ ഉയർത്തി പോകുന്നത്. കറക്റ്റ്. അത് സ്റ്റീനിന്റെ വയറ് തട്ടും. ഭയങ്കര എന്ത് പ്രശ്നം പിടിച്ച സ്ഥലമാണ്. നീ നമ്മള് സൂക്ഷിച്ചിട്ട് പോണം. നേരത്തെ ഇവിടെ ഇങ്ങനെ തന്നെ പോണേ. നേരത്തെ ഈ കമ്പി ഇല്ലായിരുന്നു. നാളെ അങ്ങോട്ട് ഇത് എങ്ങനെയാണ് ഇറങ്ങണ്ടേ? ഇങ്ങനെയൊന്നും അല്ല. ഇങ്ങനെയൊക്കെ ഇറക്കടാ. എന്റെ പറ്റി കൈ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ തിരിച്ച് ഇപ്പോഴല്ല അല്ല തിരിഞ്ഞ് മേലോട്ട് കൈ ഉയർത്തിക്കോ. മേലോട്ടോ കൈ മേളിലേക്ക് ഉയർത്തോ. കൈകൾ മേളിലേക്ക് ഉയർത്തു. കുടവയറുള്ളവർക്ക് ഇതുവഴി പോകാൻ ഇത്തിരി പാടായിരിക്കും. പക്ഷെ ഇത് ക്രോസ് ചെയ്ത് കഴിയുമ്പോഴത്തേ ഹരി എത്തി കഴിഞ്ഞിരിക്കുന്നു. ശിവനാണ് ഇനി അവിടുത്തെ അവസാനത്തെ. അതെ, ശിവന്റെ വയറടിച്ചിരിക്കുകയാണ്. യെസ്, പോയടാ. വയറടിച്ചാ പോയെന്ന് പറഞ്ഞു. വയറടിച്ചാ പോയി. വയറടിക്കരുത്. യെസ്, അടിപൊളി. ഗുഫ അങ്ങോട്ടോട്ട് പോണം. ഇതാണ് ഗുഹ. അവിടെ ഞാൻ തപസ്സിരുന്നു. ഞാൻ ഇവിടെ തപസ്സിരിക്കും. എന്റെ ഫോട്ടോ എടുക്കണം. ഇതിനകത്താണ്. ഇവിടെയാണ് സീത അന്വേഷിച്ച് രാമൻ വന്നെന്നുള്ള ഐതിഹ്യം ഉള്ളത്. സീത ഇവിടെ തപസ്സിരിക്കുമായിരുന്നു. അതൊന്നുമല്ല. രാവണൻ ഈ സൈഡിൽ കൂടെ വന്നേ. രാവണൻ വന്നെന്ന് പറയുന്നില്ലല്ലോ. വരുന്നുണ്ട്. സീത ഉണ്ട് അവിടെ. രാവണൻ അതിതല്ല, രാമക്കല്ല് ഇതല്ല, അത് വേറെ. നീ ഒരു കാര്യം കണ്ടോ? ഇത് രാമയുടെ തോട് പോലെ ഫീൽ ചെയ്യുന്നില്ലേ? അല്ലേ? കണ്ടോ? ഇത് രാമയുടെ തോട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടോ? അതുകൊണ്ട് അതിന് ആമപ്പാറ എന്ന് പേരിട്ടിരിക്കുന്നത്. പത്തനംതിട്ടയിൽ ആനപ്പാറയാണുള്ളത്. ആനയുടെ തോട് പോലെയാണ്. ആനയ്ക്ക് തോടില്ലല്ലോ. Come on boys, let's move. ഇതാണ് ആമപ്പാറ, ആമത്തോട് പാറ. ഇവിടെ ഇങ്ങനെ ഇരുന്ന് പോയാലേ ഫോട്ടോ കിട്ടൂലടാ. വീഡിയോ എടുത്തോണ്ടിരിക്കല്ലേ? ഇതിന് പ്രശ്നം എന്താ? ഇതിങ്ങനെ പോയാലേ എത്തത്തുള്ളൂ. Come on. Let's go boys. അതെ അത് പോണെങ്കിൽ ഇച്ചിരി. അതെ, നീ എങ്ങനെങ്കിലും ഇറങ്ങി പോ. ഇറങ്ങേ. Come on. ചെരുപ്പൊക്കെ നോക്കി. ഇവിടെ താഴെ ഒരുപാട് കൊച്ചു പിള്ളേരെ ഇറക്കി വിടണോ?
ക്രോസിംഗ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. സൂപ്പർ അല്ലേടാ. ഇടുക്കി കൂടെ ഇടുങ്ങി വേണം പോകാൻ. ഇവിടെ ശരിക്കും പോയി കഴിഞ്ഞാല് 1 വയസ്സ് 2 വയസ്സുള്ള കുട്ടികളെ താഴെ വരും. ഇതെനിക്ക് ക്രിയാസിനെയാണ് ഓർമ്മപ്പെടുത്തിയത്. എത്രത്തോളം സൗണ്ട് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം കാറ്റടിച്ചിട്ട് സൗണ്ട് വളരെ ഡിസ്ട്രാക്ട് ആവുന്നുണ്ട്. ഈ ഏരിയ നമ്മൾ ഇങ്ങനെ ഇരുന്നാണ് പറയാൻ കുറച്ച് നടക്കാൻ സാധിക്കും. അല്ല അങ്ങോട്ടെത്തുമ്പോൾ കിടന്ന് വേണം പോകാൻ. ആൾക്കാർ കിടന്നിറങ്ങുന്നുണ്ട്. അങ്ങോട്ട് കിടന്നിറങ്ങി റെസ്റ്റ് നടക്കാൻ പറ്റില്ല. നല്ല കാറ്റില്ല. നമ്മൾ ആമയുടെ തോടിന്റെ അടിയിലാണ് ഇരിക്കുന്നത് കേട്ടോ. യെസ്, കം ഓൺ ബോയ്സ്. ഇറങ്ങിയിരിക്കുകയാണ്. SBI ബാങ്ക് മാനേജർ അടുത്ത പ്രാവശ്യം ആൾക്കാർ സാറല്ലേ സാർ അമ്മ പറഞ്ഞ അടിക്കൂടിയ മാനേജർ. ഇത് കിടന്നു പോണോടാ. ഇറങ്ങി പോവാന്നുള്ളതാണ് ഇപ്പൊ. ഓ ചിടി ഇറങ്ങിയടാ, ആർമിക്കാർ പോകുന്ന പോലെ. എടാ ശിവനെ, ഹരി 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 ഹർ ഹർ മഹാദേവ്. നല്ല ഷട്ടിട്ടുണ്ട് വന്നിരിക്കുകയാണ്. എടാ ഞങ്ങൾ ഇറങ്ങി വരുന്ന വീഡിയോ എടുത്താടാ. തലയിടിച്ച് കല്ലൊന്നും പൊട്ടിക്കുന്നു. ഓ ശിവൻ എടാ, ശിവൻ ഷട്ട് താഴെ പൊട്ടിക്കാതെ. എടാ ഷെബിനെ 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 മുട്ടി 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 ശിവന്റെ നാട്ടിൽ ഷട്ട് താഴെ മുട്ടി. ഞാൻ പറയാൻ എന്റെ കൂടെ പണിയെടുക്കണോ? ഭയങ്കര റിസ്ക് ഇതാണ്. ഞങ്ങൾ ഓൾറെഡി ഇതാക്കി. ഇവൻ എവറസ്റ്റ് കയറുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ഇതൊന്നും പറ്റത്തില്ല. ഞങ്ങൾ നിസ്സാരമായിട്ട് കയറി. അയ്യോ എങ്ങനെയുണ്ട് ശരിക്കും എക്സ്പീരിയൻസ്? കുറച്ചുകൂടെ ദൂരം ഉണ്ടായിരുന്നു, കുറച്ചുകൂടെ എക്സ്പീരിയൻസ് കൂടിയാണ്. വയറ് കുറഞ്ഞിരിക്കുകയാണ്. എടാ അവൻ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്താൽ അനങ്ങും. അവന് ബവൽ മൂവ്മെന്റ് ഇല്ലല്ലോ അവന്. ട്രക്കിംഗ്. എടാ നീ എൻ്റെ കൂടെ ടാൻസാനിയയിലേക്ക് വാ. ഇതാണ് വ്യൂ പോയിന്റ്. വൈകിട്ട് പോയി തിരക്കൊക്കെ ആയിരിക്കോടാ. ആമപ്പാറ കാണുന്നു. സുഹൃത്തുക്കളെ, ഏഞ്ചൽസ് വിങ്. ഏഞ്ചലിന്റെ വിങ് നമുക്കവിടെ കാണാൻ സാധിക്കും. ഏത് ഏഞ്ചലിന്റെ? ഇത് തട്ടി വീഴും. കല്ലടി അതായത് അതുണ്ടോ വെളിയിലോട്ടൊരു കല്ലിങ്ങനെ ഇറങ്ങി ആമയുടെ തല പോലെ. ഇതിങ്ങനെ ആമയുടെ തോട് പോലെ തലയും തോന്നും. ആമ അങ്ങോട്ട് നോക്കി നിൽക്കുക. അങ്ങനെയാണ് സംഭവം. എടാ അവിടെ തല എടാ വാടാ പറഞ്ഞുതരാടാ വാടാ. ഇതൊരു ചെറിയ ഡിനോസറിനെ പോലെ ഫീൽ ചെയ്ത് അങ്ങോട്ട് നോക്കുമ്പോ. ആമ അകത്തോട്ട് തല വെച്ചിരിക്കുന്നത് പോലെയുള്ള രൂപത്തിലാണ് ഇവിടെ നോക്കുമ്പോ കാണുന്നത്. ദാറ്റ് ഈസ് വൈ ദേ ആർ കോളിംഗ് ദിസ് റോക്ക് ആമപ്പാറ. അതിൻ്റെ അകത്തൂടെയാണ് നമ്മൾ ഞുഴിഞ്ഞ് പറഞ്ഞ് ഇറങ്ങി വന്നത്. കാറ്റാടിപ്പാടം, അവിടെ ഒരു സോളാർ പാടമുണ്ട്.
അപ്പോൾ ഇവിടെ ഗ്രീൻ എനർജി ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ വിൻഡ് മില്ല്, ഇവിടെ സോളാറിൻ്റെ ഒരു ഏരിയ അവിടെ കാണാൻ സാധിക്കും. സോളാറിൻ്റെ ആണല്ലേ? ആ ഓക്കെ, നമ്മൾ സോളാറിൻ്റെ ഏരിയയിലോട്ടാണ് പോകാൻ പോകുന്നത്. കാറ്റിങ്ങനെ ഈ ഏരിയ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഈ ഏരിയയിലോട്ട് പോവാ. വി ആർ ഗോയിങ് ബാക്ക് ടു അവർ ജീപ്പ്. നമ്മൾ അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇൻവേഡർ വെള്ളം ബാഗിനകത്ത്. അല്ലല്ല, വലിയ 2 ലിറ്റർ നടന്നിട്ടില്ല. ലിയനാർഡോ ഡീകാപ്രിയോ. ആ, അതെന്താ എഴുതി വെച്ചേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിയനാർഡോ ഡീകാപ്രിയോ രാമക്കൽമേട്ടിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ 1997 അല്ല, അത് അങ്ങേരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലാണ്. ഏത് വർഷം ഒന്നും അറിയത്തില്ല. ഏതായാലും വന്ന് ഇവിടുത്തെ അങ്ങയുടെ മറ്റേ സോഷ്യൽ മീഡിയയിലൊക്കെ സാധനം ഇറക്കിയതിന് പിന്നാലെ ഈ ഏരിയ വലിയ ഫേമസ് ആയെന്നാണ് പറയുന്നത്. അപ്പോൾ ലിയനാർഡോ ഡീകാപ്രിയോ വന്ന് ഏരിയ ഒക്കെ കണ്ടിട്ടുണ്ട്. ദാറ്റ്സ് അതിനകത്ത് ലിയനാർഡോ ഡീകാപ്രിയോ